ഹായ് ഹലോ അസ്സലാമു അലൈക്കും. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഓൺ വോയിസിൽ വീഡിയോ വന്നിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ പുറത്തെ കാഴ്ചകളുണ്ട്, ചെടികളുടെ കാഴ്ചകൾ. നമ്മുടെ അപ്പൂസ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കരഞ്ഞിട്ട് ഇത് അവിടെ കെട്ടിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ പുറത്തിറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് വാശി പിടിക്കുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം അരി കെട്ടിയിട്ട് നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ മാവ് നല്ല നിറച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മൾ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി പഞ്ചസാരയൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ചട്നിയായിട്ട് ഉണ്ടാക്കണം. അപ്പോഴത്തേക്ക് ചട്നിയാണ് കറി. അപ്പോൾ അതിന് കുറച്ച് പച്ചമുളകും ഒരു ചെറിയ ഉള്ളിയും ലേശം പുട്ടുകടലയും തേങ്ങ കൂടി ഇട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിനെല്ലാം അത് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പൂസ് ഇതാ തണ്ടത്ത് കിടക്കേണ്ടത്. നമുക്കൊരാളും കൂടി ഉണ്ട്, ജിമ്പ് അത് ദായി നടക്കുന്നുണ്ട്. പിന്നെ ശേഷം ചട്നിയൊക്കെ കടുവറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പം ചൂടാം. അപ്പോൾ അത് ബാക്കിയുള്ള കറിവേപ്പിന ഞാനത് ഗ്ലാസ് ചെടി വെച്ച വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെക്കും കേട്ടോ. അതാകുമ്പോൾ പിന്നെ കറിവേപ്പിന വാടാതെ അവിടെ തന്നെ ഇരുന്നോളും. നമുക്ക് ഉച്ചക്കൊക്കെ കറി വെക്കുമ്പോൾ എടുക്കാം. അപ്പോൾ അപ്പം അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് ചായയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കട്ടൻ ചായ. അപ്പം ചുടനുസരിച്ച് കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും ഞാൻ. അപ്പോൾ നല്ല മുരിഞ്ഞ അപ്പം കണ്ടപ്പോൾ ചായയിൽ മുക്കി തിന്നാൻ പോയിട്ട് അങ്ങനെ ആരൊക്കെ തിന്നുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യുക. നല്ല മുരിഞ്ഞ അപ്പം, നല്ല മധുരമുള്ള കട്ടൻ ചായ, അടിപൊളിയല്ലേ. അതിന് ശേഷം ഇതാ നമ്മൾ ചെടിയൊക്കെ നനക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചെടിയൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ചെടിയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കുറച്ച് പയറും കൂടി നനക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ പയറിനൊക്കെ കായും പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രക്കുള്ള വീഡിയോയിലേക്ക് ചെയ്യാൻ മറക്കല്ലേ.